ഓണത്തിന് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു തോരനാണ് ചേനത്തണ്ടും ചെറുപയറും. ഈ ചേനത്തണ്ട് നമുക്ക് തനിയേയും കറി വയ്ക്കാം, അതുപോലെ തന്നെ പരിപ്പോ പയറോ മുദ്രയൊക്കെ കൂട്ടി നമുക്ക് കറി വയ്ക്കാം. അപ്പം ഈ ചേനത്തണ്ടും അതുപോലെ ചെറുപയറും കൂടി എങ്ങനെയാണ് നമുക്ക് തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നല്ല ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി നമുക്കിതിലേക്ക് അരിയിടാം. കുത്തരിയാണ്, ഇതൊന്ന് പൊട്ടട്ടെ. അരി പൊട്ടിക്കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചുമന്നുള്ളി, അത് ചേർക്കാം. അതുപോലെ പച്ചമുളകുണ്ട്, അതും ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ചുമന്ന മുളകുണ്ട്, നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതും ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. അതുപോലെ കുറച്ച് ഉപ്പും ചേർക്കാം. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് വഴന്നിട്ടുണ്ട്. ഇനി ഇത് ചേനത്തണ്ടാണ്. ചേനത്തണ്ട് നമ്മൾ ഇളം ചേനത്തണ്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ നന്നായിട്ട് വൃത്തിക്ക് കഴുകി അതിൻ്റെ നാരെല്ലാം വലിച്ചു കളഞ്ഞ് പിന്നെ നീളത്തിലും കുറുകയും ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഇതും ചേർത്ത് കൊടുക്കാം. ഓണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തോരനാണ് ചേനത്തണ്ടും ചെറുപയറും. ഇതിനായിട്ട് നമ്മൾ എടുക്കുമ്പം ഈ ചിങ്ങത്തിലും ആദ്യം മൂക്കാതെ നിൽക്കുന്ന ചേനത്തണ്ട് വേണം എടുക്കാനായിട്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കാം. ഈ ആവിയിൽ ഇതൊന്ന് വേകണം. ഇങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ചേനത്തണ്ട് ഒന്ന് വേകട്ടെ. ഈ ചേനത്തണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇത് വെന്തിരിക്കുന്നുണ്ട്. നമുക്കിനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി കുതിർത്ത് വേവിച്ച് വെച്ച ചെറുപയറാണ്, ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരവിയതുണ്ട്, ഇതും ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കണം. ഈ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നമുക്കിങ്ങനെ പൊത്തി വയ്ക്കാം. എന്നിട്ട് വെള്ളമൊന്നുമില്ല, ഏകദേശം തോർന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതോടി തോർത്തിയെടുക്കാം. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് ചൂടാക്കി നമുക്ക് വെള്ളം ഒന്ന് ഉള്ളതുകൂടി തോർത്തിയെടുക്കാം നന്നായിട്ട്. ഇതാ നമ്മൾ വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് വെള്ളം എല്ലാം തോർന്ന് ഇരിക്കുന്നുണ്ട്. നല്ല ഡ്രൈ ആയി. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് പകർത്താം.
ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ചേനത്തണ്ടും ചെറുപയറും കൂടിയിട്ടുള്ള തോരനാണ്. ഇത് ഞാൻ പറഞ്ഞു, പണ്ടത്തെ കാലത്ത് നമ്മുടെ ഒരു പരമ്പരാഗത ഓണത്തിൻ്റെ വിഭവമാണ്. ഒരു ഓണസദ്യയിൽ പ്രധാനപ്പെട്ട ഒരു തോരനാണ് ചേനത്തണ്ടും ചെറുപയറും. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. പക്ഷേ ഒരു കാര്യം, നമുക്ക് ചേനത്തണ്ട്, ചെറിയ ഇളം ചേനത്തണ്ട് കിട്ടണം എന്നുള്ളതാണ്. ഇത് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പം തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരമ്പരാഗത പണ്ടത്തെ കാലത്തുള്ളവരൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു തോരനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഓണക്കാലത്തിൻ്റെ തന്നെ മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം.